ഹായ് ഓൾ വെൽക്കം ടു ക്ലാസ്മേറ്റ് ലേണിംഗ്. അപ്പോൾ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത് 9ാം ക്ലാസ്സിലെ മാത്തമാറ്റിക്സിൻ്റെ 5ാമത്തെ ചാപ്റ്റർ ആണ് അല്ലേ. അതിലെ ആദ്യത്തെ സെക്ഷൻ്റെ കോൺസെപ്റ്റ് തിയറി അത് നമ്മൾ കഴിഞ്ഞ വീഡിയോ ഡിസ്കസ് ചെയ്തായിരുന്നു. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ആ ഫസ്റ്റ് സെക്ഷൻ 1 മൾട്ടിപ്ലിക്കേഷൻ. അതിൽ ഇറാഷണൽ മൾട്ടിപ്ലിക്കേഷൻ ആണ് ചാപ്റ്ററിൻ്റെ പേര്. അതിലെ മൾട്ടിപ്ലിക്കേഷനിലെ ഫസ്റ്റ് അൺസോൾഡ് കൊടുത്തിട്ടുള്ള ഒന്നാമത്തെയും രണ്ടാമത്തെയും ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. സോ ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. We can make a rectangle using 4 equilateral triangles of the same size by cutting 2 of them along their heights and rearranging these pieces and the other whole triangles. Other 2 whole triangles. Okay. If the sides of all equilateral triangles are 2 centimeters, what is the perimeter and the area of the rectangle? So, ഒരേ വലിപ്പമുള്ള 4 സമഭുജ ത്രികോണങ്ങളിൽ രണ്ടെണ്ണം നെടുകെ മുറിച്ചതും രണ്ടെണ്ണം മുഴുവനായും ചേർത്ത് വെച്ച് ഒരു സമചതുരം ഉണ്ടാക്കാം. സമഭുജ ത്രികോണങ്ങളുടെ എല്ലാം വശങ്ങളുടെ നീളം 2 സെന്റിമീറ്റർ ആണെങ്കിൽ ചതുരത്തിന്റെ ചുറ്റളവും പരപ്പളവും എത്രയാണ്? അപ്പോൾ നമുക്കിവിടെ 4 ത്രികോണങ്ങളുണ്ട് അല്ലേ. ഈ 4 ത്രികോണങ്ങൾ വെച്ചാണ് നമ്മൾ ഈ ഒരു ചതുരം ഉണ്ടാക്കിയിരിക്കുന്നത്. ഓക്കെ, ഈ 4 ത്രികോണങ്ങൾ വെച്ചിട്ടാണ് 1 2 3 4 ത്രികോണങ്ങൾ വെച്ചിട്ടാണ് ഈ ഒരു ഫിഗർ നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ രണ്ടെണ്ണം നെടുകെ മുറിച്ചിട്ടുണ്ട്. ഇതെന്താണ്? ഇക്വിലാറ്ററൽ ട്രയാങ്കിൾസ് ആണ്. 4 ഇക്വിലാറ്ററൽ ട്രയാങ്കിൾസ് ആണ്. സൈഡ്സിന്റെ നീളം എന്താണ്? 2 സെന്റിമീറ്റേഴ്സ്. അതിൽ രണ്ടെണ്ണം എന്ത് ചെയ്യുന്നു? ഈ വെർട്ടിക്കലി കട്ട് ചെയ്തിട്ട് അലോങ് സൈഡ് കട്ട് ചെയ്തിട്ട് അതിന് പ്ലേസ് ചെയ്യുന്നുണ്ട്. സോ നമുക്ക് ഇതിനെ എങ്ങനെ കാണാം? സോ ഈ ഒരു പീസ് ഇത് ഇവിടെ വരും. അടുത്ത് ഇതിനെ നമുക്ക് എവിടെ വയ്ക്കാം? ഇതിനെ ഈ ഭാഗത്ത് വയ്ക്കാം. അടുത്ത് ഇതിനെ നമുക്ക് എടുക്കാം, ഈ ഭാഗത്ത് വയ്ക്കാം. ഈ ട്രയാങ്കിളിനെ എടുക്കാം, ഇവിടെ വയ്ക്കാം. സോ ഈ 4 പീസും ആയല്ലോ. ഈ 4 ആയി. ഇനി അടുത്ത് ഈ 2 ട്രയാങ്കിൾസ് ആണ്. ഇതിനെ എടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ വയ്ക്കാം. അടുത്ത് ഇതിനെ എടുത്ത് ഇവിടെ വയ്ക്കാം. സോ അങ്ങനെയാണ് നമുക്ക് ഈ റെക്റ്റാങ്കിൾ കിട്ടിയിരിക്കുന്നത്. ഇനി അവരെന്താ പറയുന്നത്? വൺ സൈഡ് ഈസ് ട്രയാങ്കിൾ എന്താണ്? ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആണ്. ആൻഡ് സൈഡ് ഈസ് 2 സെന്റിമീറ്റർ. സോ ദിസ് ഈസ് 2 സെന്റിമീറ്റർ. ഇതും 2 സെന്റിമീറ്റർ ആണ്. അപ്പോൾ ഇതെല്ലാം എന്താണ്? 2 സെന്റിമീറ്റർ 2 സെന്റിമീറ്റർ ആണ്. അപ്പോൾ ഈ ഫിഗറിൽ വരുമ്പോൾ ഇവിടെ എന്താണ്? ദിസ് ഈസ് 2 സെന്റിമീറ്റർ. ഇവിടെയും 2 സെന്റിമീറ്റർ ആണ് അല്ലേ. അപ്പോൾ ഈ 2 സൈഡും 2 സെന്റിമീറ്റർ. കാരണം ട്രയാങ്കിളിന്റെ ഫുൾ സൈഡ് അവിടെ വരുന്നുണ്ട് അല്ലെ. ഈ 2 ട്രയാങ്കിൾ അവിടെ വെച്ചത്. ഇനി ഈ ട്രയാങ്കിൾ നോക്കിയാലോ. ഇവിടെ 2 സെന്റിമീറ്റർ, ഇവിടെ 2 സെന്റിമീറ്റർ, ഇവിടെ എന്ത് മൊത്തത്തിലാണ് 2. ഓക്കെ, അപ്പോൾ ഇവിടെ എത്ര വീതം വരും? 1 സെന്റിമീറ്ററും 1 സെന്റിമീറ്ററും. ഇവിടെ അതുപോലെ തന്നെ 1 സെന്റിമീറ്റർ 1 സെന്റിമീറ്റർ, ഇവിടെ 2 2. അപ്പോൾ ഇവിടെ 1 സെന്റിമീറ്റർ ഇവിടെ വരിക അല്ലേ. 1 സെന്റിമീറ്റർ ഇവിടെ വരിക. ഇനി നമുക്ക് വേണ്ടത് ഈ ഹൈറ്റ് ആണ്. ഈ ഹൈറ്റ് ഓഫ് ദിസ് ട്രയാങ്കിൾ. ഹൈറ്റ് ഓഫ് ദി ട്രയാങ്കിൾ ആണ് ഇവിടെ വരുന്ന ഭാഗം. ഇതെന്താണെന്ന് നമുക്കറിയാവോ? അറിയില്ല. ഈ നീളത്തിന്റെ വാല്യൂ നമുക്കറിയില്ല അല്ലേ. ഈ നീളം എന്താണെന്ന് നമുക്കറിയില്ല. സോ ഇതാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് മെയിൻ ആയിട്ട്. ഓക്കെ, അത് നമുക്ക് എന്ത് ചെയ്യാം? ഈ ട്രയാങ്കിളിന്റെ ഒരു ഭാഗം മാത്രം എടുക്കാം. ഒരു റൈറ്റ് ട്രയാങ്കിൾ, ഒരു മട്ടത്രികോണം മാത്രം എടുത്തിട്ട് കണ്ടുപിടിക്കാം. ആ ഉയരം എന്താണെന്ന് കണ്ടുപിടിക്കാം. എന്നിട്ട് അതിനെ ഈ ചിത്രത്തിലേക്ക് കൊടുക്കാം. സോ ഈ ട്രയാങ്കിൾ മാത്രം എടുക്കും. ഇതിന്റെ കേസിൽ വേറെ ഡൗട്ട് ഒന്നുമില്ല. ഇതെല്ലാം എന്താണ്? 2 സെന്റിമീറ്റർ വീതമാണ് അല്ലേ. 2 സെന്റിമീറ്റർ. അപ്പോൾ ഈ റെക്റ്റാങ്കിൾ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ ലെങ്ത് ആണ് നമുക്ക് വേണ്ടത്. ബ്രെഡ്ത്ത് നമുക്കുണ്ട്. ബ്രെഡ്ത്ത് 2 സെന്റിമീറ്റർ നമുക്കുണ്ട്. ബ്രെഡ്ത്ത് നമുക്ക് 2 സെന്റിമീറ്റർ ഒന്നുണ്ട്. എന്താണ് ലെങ്ത്? ലെങ്ത് നമുക്കറിയില്ല. ലെങ്ത് നമുക്ക് കണ്ടുപിടിക്കണം. അതിന് ഈ ഹൈറ്റ് വേണം അല്ലേ. ഈ ഹൈറ്റ് വേണം. സോ ഈ ഫിഗറിൽ നോക്കിയാൽ നമ്മൾ ഇതിനെ ഒരു പീസിനെ എന്ത് ചെയ്തു? കട്ട് ചെയ്ത് ഇവിടെ വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്കറിയാം ഇത് 1 സെന്റിമീറ്റർ, ഇത് 2 സെന്റിമീറ്റർ. സോ അപ്പോൾ ഇത് 1 സെന്റിമീറ്റർ ആണ്, ഇത് 2 സെന്റിമീറ്റർ ആണ്. അങ്ങനെയെങ്കിൽ ഈ സൈഡ് എന്ത് വരും? നമുക്കിപ്പോൾ പേര് കൊടുത്താൽ ABC എന്ന് നമ്മൾ പേര് കൊടുക്കണം. ABC നമ്മൾ പേര് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പൈതഗോറസ് തിയറം യൂസ് ചെയ്യാം. പൈതഗോറസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഇത് റൈറ്റ് ആംഗിൾ ആയിരിക്കില്ലേ. റൈറ്റ് ആംഗിളിന് ഓപ്പോസിറ്റ് ഹൈപ്പോട്ടൻസ് വരിക അല്ലേ. സോ ഹൈപ്പോട്ടൻസിന്റെ സ്ക്വയർ ദാറ്റ് ഇസ് BC സ്ക്വയർ ഈക്വൽ ടു എന്ത് വരും? ഹൈപ്പോട്ടൻസിന്റെ സ്ക്വയർ എന്ന് പറയുന്നത് ബേസ് സ്ക്വയറിന്റെ ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയറിന്റെ സം ആയിരിക്കും. സോ AB സ്ക്വയർ പ്ലസ് AC സ്ക്വയർ. അപ്പോൾ നമുക്കിവിടെ എന്താ വേണ്ടത്? നമുക്ക് AC ആണ് വേണ്ടത്. സോ വാട്ട് ഇസ് AC? AC സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ദാറ്റ് ഇസ് BC സ്ക്വയർ മൈനസ് AB സ്ക്വയർ ആയിരിക്കും. ഓക്കെ, അതായത് BC ഹൈപ്പോട്ടൻസ് സ്ക്വയറിൽ നിന്ന് AB സ്ക്വയർ കുറച്ചാൽ മതി അല്ലേ. ഇതിനെ റീഅറേഞ്ച് ചെയ്ത് വരുമ്പോൾ AC സ്ക്വയർ നമുക്ക് കിട്ടും BC സ്ക്വയർ മൈനസ് AB സ്ക്വയർ. സോ BCയുടെ വാല്യൂ എന്താണ്? BCയുടെ വാല്യൂ 2 സ്ക്വയർ മൈനസ് AB ഈസ് 1 സ്ക്വയർ. സോ എന്തായാലും 4 മൈനസ് 1 എന്ന് വരും. സോ AC സ്ക്വയർ ആണ് 4 മൈനസ് 1. വാട്ട് ഇസ് ദാറ്റ്? 3 വരിക. സോ വാട്ട് ഇസ് AC? AC എന്ന് പറയുന്നത് √3 സെന്റിമീറ്റർ ആയി. AC ഈസ് √3 സെന്റിമീറ്റർ. അപ്പോൾ നമുക്ക് ഇതിനെ ഇവിടെ അടയാളപ്പെടുത്താമല്ലോ. ഇവിടെ നമുക്ക് 2 സെന്റിമീറ്റർ ആണ് നേരത്തെ അറിയാം അല്ലേ. ദിസ് ഇസ് 2 സെന്റിമീറ്റർ നമുക്ക് നേരത്തെ അറിയാം. 2 സെന്റിമീറ്റർ
ഇത് 2 സെന്റിമീറ്റർ ആണ്, നമുക്കറിയാം. ഇവിടെ എന്താണ്, ഇവിടെ നമുക്കിപ്പോൾ എത്ര കിട്ടി, √3 സെന്റിമീറ്റർ. അതുപോലെ ഇവിടെ √3 കിട്ടി. ഇവിടെ എന്തായിരിക്കും, √3 ആയിരിക്കും. ഇവിടെയും √3 ആയിരിക്കും. കണ്ടോ? അപ്പോൾ ഇതിലെല്ലാം വന്നുണ്ടോ, ഈ സൈഡ്സ് എല്ലാം കിട്ടില്ലേ. ഇനി ഇത് ആഡ് ചെയ്താൽ പോരെ, ആഡ് ചെയ്താൽ മതി അല്ലേ. അപ്പോൾ നമുക്ക് പെരിമീറ്റർ കണ്ടുപിടിക്കാം. പെരിമീറ്റർ ചുറ്റളവ് എന്ത് കിട്ടും, ഈ √3യുടെ വാല്യൂ നമുക്കറിയാമല്ലോ, എന്താണ് 1.732 അല്ലെ, 1.7 എന്ന് 1.73 എന്ന് 1.732 എന്നൊക്കെ നമുക്ക് എടുക്കാം. ഓക്കെ, ഞാനിവിടെ 1.732 എടുക്കുന്നു. ഇനി പെരിമീറ്റർ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി, ഇതെല്ലാം ആഡ് ചെയ്താൽ മതി അല്ലേ. സൈഡ്സിന്റെ എല്ലാം സമ്മാണ് പെരിമീറ്റർ എന്ന് പറയുക. അതിന് വേറെ ഫോർമുല ഒന്നും പഠിക്കേണ്ടതില്ല. ഇതിന്റെ എല്ലാം സമ്മാണ് പെരിമീറ്റർ എന്ന് പറയുക. അപ്പോൾ നമുക്കിവിടെ 2 + √3 + √3 + 2 + √3 + √3. അപ്പോൾ അങ്ങനെ എടുക്കുകയാണെങ്കിൽ എത്ര 2 ഉണ്ട്, 2 എത്ര ടൈംസ് ഉണ്ട്, 2 ടൈംസ് ഉണ്ട്. പ്ലസ് √3 എത്ര ടൈംസ് ഉണ്ട്, 1 2 3 4 ടൈംസ് √3 ഉണ്ട്. ഇത് 4 × √3. സോ 2 × 2 4 പ്ലസ് 4 × √3 4 √3 ആണ്. സോ ഇതിൽ രണ്ടും നമുക്ക് എന്ത് ചെയ്യാം, 4 കോമൺ എടുത്തു കഴിഞ്ഞാൽ 1 + √3 എന്ന് കിട്ടും. ഓക്കെ, സോ ഈ 1 + √3ക്ക് നമുക്ക് വാല്യൂ കൊടുത്തൂടെ. 1 + √3യുടെ വാല്യൂ എന്താണ്, 1.732. അതായത് 4 × 2.732 ആണെന്ത് ഇതിന്റെ ആൻസർ വരിക. ഇതിന്റെ പ്രോഡക്റ്റ് എടുക്കുക. ഇതിന്റെ പ്രോഡക്റ്റ് എടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, 10.928 എന്ന് കിട്ടും. കാരണം 4 × 2 8, 4 × 3 12. ആ ഒരു കണക്കിൽ എന്ത് ചെയ്യുക 2 വരും, റിമൈൻഡർ 1 വരും. 4 × 7 28, പിന്നെ 1 ആഡ് ചെയ്യുമ്പോൾ 29 9, പിന്നെ 2 വരും. 4 × 2 8, 8 + 2 10. 10.928 സെന്റിമീറ്റർ ആണെന്ത് പെരിമീറ്റർ. 10.928 സെന്റിമീറ്റർ ആണ് ഇതിന്റെ പെരിമീറ്റർ അഥവാ ചുറ്റളവ് എന്ന് പറയുന്നത് കേട്ടോ. ചുറ്റളവ് അതാണ് ഈ കണ്ടുപിടിച്ചത്. പെരിമീറ്റർ അഥവാ ചുറ്റളവാണ് കണ്ടുപിടിച്ചത്. ഇനി നമുക്ക് എന്താണ് വേണ്ടത്, ഏരിയ ആണ് വേണ്ടത് അല്ലേ. ഏരിയ എന്ന് നമുക്കറിയാം ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്. ഏരിയ എന്താണ്, പരപ്പളവ്. ഏരിയ എന്താണ്, ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു നമുക്കിതിൽ എന്ത് കിട്ടി, ബ്രെഡ്ത്ത് നമ്മുടെ കയ്യിലുണ്ട് അല്ലേ. ബ്രെഡ്ത്ത് നമ്മുടെ കയ്യിലുണ്ട്. നമ്മൾ പറഞ്ഞു ദേ ബ്രെഡ്ത്ത് കിട്ടി. ബ്രെഡ്ത്ത് എത്ര, 2 സെന്റിമീറ്റർ. ഈ അളവാണെന്ത് ബ്രെഡ്ത്ത് പറയുക അല്ലേ. ഇതാണ് ലെങ്ത് അല്ലേ. ബ്രെഡ്ത്ത് 2 സെന്റിമീറ്റർ നമുക്കുണ്ട് അല്ലേ, അത് 2 സെന്റിമീറ്റർ നമുക്കുണ്ട്. ഇനി ലെങ്ത് എന്താണ്, √3 + √3 അല്ലേ. ലെങ്ത് √3 + √3. അപ്പോൾ ലെങ്ത് എന്ത് കിട്ടും നമുക്ക്, ലെങ്ത് = √3 + √3. അപ്പോൾ അതെന്താണ് 2 √3 ആണ് കേട്ടോ. 2 √3, അത് √3 2 ടൈംസ് അല്ലേ, 2 × √3 2 √3. അപ്പോൾ ഏരിയ എങ്ങനെ കണ്ടുപിടിക്കും, ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. ലെങ്ത് എന്താണ് 2 √3 ഇൻറ്റു ബ്രെഡ്ത്ത് എന്താണ് 2 അല്ലേ. നോക്കൂ ഈ ഫിഗർ നോക്കി അറിയാം. √3 + √3 എന്താണ് 2 √3 ഇൻറ്റു ബ്രെഡ്ത്ത് 2. അപ്പോൾ എന്ത് വരും, 2 √3 ഇൻറ്റു 2. അപ്പോൾ ഈ 2 ഉം 2 ഉം ഈ ഇൻറ്റീജർ പാർട്ടുകൾ നമ്മൾ നമുക്ക് എന്ത് ചെയ്യാം, മൾട്ടിപ്ലൈ ചെയ്യാം കേട്ടോ. ഈ ഇൻറ്റീജർ പാർട്ടുകൾ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാം. 2 × 2 4 √3. 2 √3 ഇൻറ്റു 2 4 √3 കേട്ടോ. സോ 4 √3 സെന്റിമീറ്റർ സ്ക്വയർ ആണ്. 4 √3 സെന്റിമീറ്റർ സ്ക്വയർ. സോ √3യുടെ വാല്യൂ കൊടുത്താലോ, 4 × 1.732 ഈക്വൽ ടു എന്ത് വരും, 6.928 സെന്റിമീറ്റർ സ്ക്വയർ എന്ന് വരും. ഇതാണ് ഇതിന്റെ പരപ്പളവ് അഥവാ ഏരിയ. പരപ്പളവ് അഥവാ ഏരിയ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് ആദ്യത്തെ ചോദ്യത്തിന്റെ ഉത്തരം. ഇനി നമുക്ക് ഇത് മനസ്സിലായാലും നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ഓക്കെ, ഡൗട്ട് ഉള്ളവർ എന്ത് ചെയ്യുക, ഒന്നുകൂടെ ആ ഒരു പോർഷൻ എന്താണോ ഡൗട്ട് ഉള്ളതെന്ന് കാണുക. പിന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ, നിങ്ങൾ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. അടുത്ത നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റിനിലേക്ക് പോവാം. We can make a trapezium by cutting a square and equilateral triangle with sides twice that of the square and rearranging the pieces as below. If the sides of the square is 2 centimeters, what is the perimeter and area of the trapezium? ഒരു സമചതുരവും അതിന്റെ വശങ്ങളുടെ 2 മടങ്ങ് നീളമുള്ള വശങ്ങളോടുകൂടിയ ഒരു സമഭുജ ത്രികോണവും ചുവടെ കാണുന്നത് പോലെ മുറിച്ച് മാറ്റി അടുക്കി ഒരു ലംബകം ഉണ്ടാക്കാം. സമചതുരത്തിന്റെ വശങ്ങളുടെ നീളം 2 സെന്റിമീറ്റർ എന്നെടുത്താൽ ലംബകത്തിന്റെ ചുറ്റളവും പരപ്പളവും എത്രയായിരിക്കും അല്ലെ. അപ്പോൾ ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട് ഒരു സ്ക്വയർ, ഒരു സമചതുരവും ഒരു സമഭുജ ത്രികോണവും, ഒരു സ്ക്വയർ ഒരു ഇക്വലാറ്ററൽ ട്രയാങ്കിളും കട്ട് ചെയ്തിട്ട് നമ്മളൊരു ട്രപ്പീസിയം അഥവാ ലംബകം ഉണ്ടാക്കി. ഇവിടെ പ്രത്യേകം എന്താണെന്ന് വെച്ചാൽ ഈ സ്ക്വയറിന്റെ സൈഡിന്റെ ഇരട്ടിയായിരിക്കും എന്ത്, ഇക്വലാറ്ററൽ ട്രയാങ്കിൾ സമഭുജ ത്രികോണത്തിന്റെ വശങ്ങളുടെ നീളം. സമചതുരത്തിന്റെ വശങ്ങളുടെ നീളത്തിന്റെ ഇരട്ടിയായിരിക്കും, 2 മടങ്ങായിരിക്കും എന്ത്, സമഭുജ ത്രികോണത്തിന്റെ വശങ്ങളുടെ നീളം. അപ്പോൾ ഇവിടെ തന്നിട്ടുണ്ട്, അത് നമുക്കത് നോക്കാം. തന്നിട്ടുണ്ട് എന്താണ്,
സമചതുരത്തിന്റെ വശങ്ങളുടെ നീളം എന്താണ് 2 സെന്റിമീറ്റർ. സോ ഇവിടെ എന്താണ് ഇത് 2 സെന്റിമീറ്റർ വീതമാണ്. ഓക്കെ, അങ്ങനെയെങ്കിൽ ഇതിനെന്ത് വരും? ഇതെന്താവും 4 സെന്റിമീറ്റർ വരും അല്ലേ. ഇത് 4 സെന്റിമീറ്റർ, ഇത് 4 സെന്റിമീറ്റർ, ഇരട്ടിയാവില്ലേ 4 സെന്റിമീറ്റർ. താഴെ മൊത്തത്തിൽ 4ആണ്, അതിന് നമുക്ക് എന്ത് ചെയ്യാം പകുതിയായിട്ട് എടുക്കേണ്ടി വരും. 2 സെന്റിമീറ്റർ 2 സെന്റിമീറ്റർ. ഓക്കെ, പകുതിയായിട്ട് എടുക്കേണ്ടി വരും, കാരണം ഇവിടെ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിനെ അടുക്കി വെച്ചിരിക്കുന്നു അല്ലേ, അടുക്കി വെച്ചിരിക്കുന്നു. നമുക്ക് ഈ സ്ക്വയറിന്റെ ഒരു പോർഷൻ, ഈ ഒന്നാമത്തെ പോർഷൻ എടുത്ത് എന്ത് ചെയ്യാം, നമുക്ക് ഇവിടെ 1 ഇവിടെ കൊടുക്കാം. ഈ രണ്ടാമത്തെ പോർഷൻ എടുത്ത് എന്ത് ചെയ്യാം, നമുക്ക് ഇവിടെ കൊടുക്കാം. ഇവിടെ ഈ മൂന്നാമത് ഈ ഒരു പോർഷൻ എടുത്ത് എന്ത് ചെയ്യാം, നമുക്ക് ഇവിടെ കൊടുക്കാം. ഈ നാലാമത്തെ ഈ ഒരു പോർഷൻ എടുത്ത് എന്ത് ചെയ്യാം, നമുക്ക് ഇവിടെ കൊടുക്കാം. ഇങ്ങനെയാണ് ഈ ഫിഗർ എന്ത് ചെയ്യുന്നത് കിട്ടിയിരിക്കുന്നത് കേട്ടോ. ഈ അറേഞ്ച് ചെയ്ത് ഈ 4 സെന്റിമീറ്റർ വരുന്നില്ലേ, ഇത് ഇവിടെയാണ് 4 സെന്റിമീറ്റർ, ഇതാണ് 4 സെന്റിമീറ്റർ. 4 സെന്റിമീറ്റർ വരുന്ന ഭാഗമാണ് ഇവിടെ അടുക്കിയിരിക്കുക. ഇവിടെ 2 സെന്റിമീറ്റർ വരുന്നില്ലേ, അതാണ് ഇവിടെ 2 സെന്റിമീറ്റർ അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇതും എന്താണ്, ഇതും 2 സെന്റിമീറ്റർ ആണ്, ഇതും 2 സെന്റിമീറ്റർ. കാരണം എന്താണ്, ഇവിടെയാണ് 90 ഡിഗ്രി വരിക. ഇത് 2 സെന്റിമീറ്റർ ആണെങ്കിൽ ഇതും 2 സെന്റിമീറ്റർ ആയിരിക്കും അല്ലേ. അപ്പോൾ ഇത് നോക്കിയാൽ നമുക്ക് അറിയാവുന്നുള്ളൊരു കാര്യമുണ്ട്. ഈ സ്ക്വയറിന്റെ കണക്കുകൾ നമ്മൾ ഒരുപാട് പണ്ട് ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുള്ള കാര്യമാണ്. എന്താണ്, 2 വശങ്ങളുടെ നീളം ഈക്വൽ ആണെങ്കിൽ അതിന്റെ ഡയഗണൽ, അതിന്റെ വികരണത്തിന്റെ നീളം എന്തായിരിക്കും, വശത്തിന്റെ √2 ആയിരിക്കും അല്ലേ. വശം ഇൻറ്റു √2, a√2 അല്ലെങ്കിൽ √2a എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. സൈഡ് a ആണെങ്കിൽ ഡയഗണൽ എന്തായിരിക്കും, √2a ആയിരിക്കും, അല്ലെങ്കിൽ a√2 ആയിരിക്കും. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, സൈഡ് 2 ആയതുകൊണ്ട് ഇതിന്റെ ഡയഗണൽ എന്ത് വരും, 2√2 വരും കേട്ടോ, 2√2. അപ്പോൾ ഈ വശത്തിന്റെ നീളം നമുക്ക് എന്ത് കിട്ടും, 2√2 എന്ന് വരും, 2√2. ഇത് നമ്മൾ പണ്ട് പഠിച്ചിട്ടുള്ളതാണ്. നമ്മൾ സ്ക്വയറിന്റെ കേസിൽ നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യമാണ്. സ്ക്വയറിന്റെ ഡയഗണൽ എന്തായിരിക്കും, വശത്തിന്റെ √2 ടൈംസ് ആയിരിക്കും. അപ്പോൾ 2√2 എന്ന് കിട്ടി. നമുക്ക് ഇനി വേണ്ട എന്താണ്, ഈ ഹൈറ്റ് ആണ്. അതായത് നേരത്തെ കണ്ടുപിടിച്ച പോലെ ത്രികോണത്തിന്റെ ഈ ട്രയാങ്കിളിന്റെ ഹൈറ്റ് ആണ്. സോ ഇവിടെ 90 ഡിഗ്രി വരിക. സോ ഈ 90 ഡിഗ്രി വരുന്ന ഈ പോർഷനിൽ ഒരു സൈഡ് 2 സെന്റിമീറ്റർ ആണ്, മറ്റത് ഡയഗണൽ ഹൈപ്പോട്ടന്യൂസ് 4 സെന്റിമീറ്റർ ആണ്. അങ്ങനെയെങ്കിൽ ഈ ഹൈറ്റ് എത്രയെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. നമ്മൾ തൊട്ട് മുമ്പത്തെ കണക്ക് ചെയ്ത പോലെ ഇതും എടുക്കാം. നോക്കിയാൽ നമുക്കറിയാം ഇതെന്താണ്, ഇത് 2 സെന്റിമീറ്റർ, 4 സെന്റിമീറ്റർ, 4, 2. നമ്മൾ ഈ ഒന്നാമത്തെ പോർഷൻ എന്ത് ചെയ്യുന്നു, ഇങ്ങോട്ട് എടുക്കുന്നു. ഓക്കെ, അപ്പോൾ ഇതിൽ ആണ് നമ്മൾ ഇനി കാൽക്കുലേഷൻ ചെയ്യാൻ പോകുന്നത്. ഇത് 2 സെന്റിമീറ്റർ ആണ് നമുക്കറിയാം, 4 സെന്റിമീറ്റർ ആണ് നമുക്കറിയാം. നേരത്തെ പോലെ പേര് കൊടുക്കാം, ABC. എന്താണ്, നമുക്ക് ഹൈപ്പോട്ടന്യൂസ് ഉണ്ട്, ഹൈറ്റ് വേണം, ബേസും ഉണ്ട്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, AC സ്ക്വയർ അങ്ങനെ കണ്ടുപിടിക്കും. AC സ്ക്വയർ എന്ന് പറയുന്നത് എന്തായിരിക്കും, BC, ഈ ഹൈപ്പോട്ടന്യൂസ് സ്ക്വയറിൽ നിന്ന് ബേസ് സ്ക്വയർ കുറച്ചായിരിക്കും അല്ലേ. ഹൈറ്റ് സ്ക്വയർ എന്ന് പറയുന്നത് ഹൈപ്പോട്ടന്യൂസ് സ്ക്വയറിൽ നിന്ന് ബേസ് സ്ക്വയർ കുറച്ചായിരിക്കും. ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ എന്താണ്, BC സ്ക്വയർ മൈനസ് AB സ്ക്വയർ. പൈതഗോറസ് തിയറം ആണ് കേട്ടോ. പൈതഗോറസ് തിയറം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കേസാണ്. അപ്പോൾ ഇതെന്ത് ചെയ്യാം, BC സ്ക്വയർ 4 സ്ക്വയർ മൈനസ് AB സ്ക്വയർ 2 സ്ക്വയർ. 4 സ്ക്വയർ എന്താണ്, 4ന്റെ സ്ക്വയർ എന്താണ് 16 മൈനസ് 2ന്റെ സ്ക്വയർ 4. അപ്പോൾ എന്ത് കിട്ടും, നമുക്ക് 12 എന്ന് കിട്ടും. സോ അപ്പോൾ ACയുടെ വില എന്ത് കിട്ടും, √12 ആണ്. √12 നിങ്ങൾക്ക് ഫാക്ടറൈസേഷൻ ചെയ്യാൻ എല്ലാവർക്കും അറിയാവുന്നതാണ്. റൂട്ടിന്റെ വാല്യൂ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ അറിയാം. 12നെ നമുക്ക് എങ്ങനെ ഫാക്ടറൈസ് ചെയ്യാം, 2 കൊണ്ട് ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിട്ടും, 6. പിന്നെ അടുത്ത് 2 എടുക്കുമ്പോൾ 3 ടൈംസ് ഉണ്ട് 2. അപ്പോൾ ഇതിനെന്ത് ചെയ്യാം, നമുക്ക് ഇതിങ്ങനെ എഴുതാം. എല്ലാവർക്കും റൂട്ടിന്റെ വാല്യൂ കണ്ടുപിടിക്കാനുള്ള വഴി അറിയാം എന്നാണ് വിശ്വാസം. 2 × 2 × 3 നമുക്ക് 2 × 2 4, 4 × 3 12. കണ്ടോ, √12 വന്നു. അപ്പോൾ റൂട്ടിന് വാല്യൂ എങ്ങനെ എഴുതുക, ഒരേപോലുള്ള രണ്ടെണ്ണത്തിൽ നിന്ന് ഒന്ന് പുറത്തെടുത്താൽ റൂട്ട് പോകും അല്ലേ. ഒരേപോലുള്ള ഇല്ലെങ്കിൽ അതങ്ങനെ റൂട്ടിൻ്റെ അകത്ത് തന്നെ വയ്ക്കുക. അപ്പോൾ ഒരേപോലത്തെ രണ്ടെണ്ണം ഉണ്ടെങ്കിൽ അതിൽ നിന്ന് ഒന്ന് പുറത്തെടുത്താൽ റൂട്ട് പോകും. സോ ഇവിടെ 2 ഒരേപോലെ ഉണ്ട്, 2 × 2 മൾട്ടിപ്ലൈ ഉണ്ട്. സോ അതിൽ നിന്ന് ഒരു 2 പുറത്തെടുക്കാം. അപ്പോൾ 2 × 2ന്റെ റൂട്ട് പോയി. ഇനി ഇവിടെ 3ക്ക് എന്തെങ്കിലും എടുക്കാനുണ്ടോ, ഇല്ല. അപ്പോൾ 3ക്ക് റൂട്ട് പോവില്ല, 3 അങ്ങനെ തന്നെ ഇട്ടേക്കണം. 2√3 സെന്റിമീറ്റർ ആണ് എന്ത് ചെയ്യുക, AC വരിക, 2√3 സെന്റിമീറ്റർ. സോ ഇതിന്റെ നീളം എന്താണ്, 2√3 സെന്റിമീറ്റർ ആണ് വരിക കേട്ടോ. അപ്പം നമുക്ക് നേരത്തെ കിട്ടിയായിരുന്നു, ഇതിന് എത്രയാണ്, ഇത് 2√2 ആണ് അല്ലേ. ഇത് 2√2 ആണ്, ഇതും 2√2 ആണ്, സോറി 2√2 ആണ്. ഇത് ഇപ്പം നമുക്ക് കിട്ടിയായിരുന്നു എന്താണ്, 2√3. ഇത് 2, ഇത് 2, ഇതും 2√3. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് എന്താ വേണ്ടത്, പെരിമീറ്റർ അല്ലേ. പെരിമീറ്റർ എങ്ങനെ ചെയ്യും, പെരിമീറ്റർ എന്ന് പറയുന്നത് എല്ലാം കൂടെ ആഡ് ചെയ്താൽ മതി. പെരിമീറ്റർ എല്ലാം കൂടെ ആഡ് ചെയ്യുക. സോ എന്തൊക്കെയാണ് വരിക, ഈ വശങ്ങളുടെ നീളം എല്ലാം ആഡ് ചെയ്യണം, സൈഡ്സിന്റെ ലെങ്ത് എല്ലാം ആഡ് ചെയ്യുക. 2 + 2√3 + 2 + 2√2 + 2√3 + 2√2. അതെല്ലാം ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും, 2 എത്ര ടൈംസ് ഉണ്ട്, 2 ടൈംസ്. അങ്ങനെ നമുക്ക് ആഡ് ചെയ്താൽ കേട്ടോ, അല്ലെങ്കിൽ കൺഫ്യൂഷൻ ആകും. 2 × 2
2 ടൈംസ് ഉണ്ട്. സോ 2 into 2. 2 root 3 എത്ര ടൈംസ് ഉണ്ട്? 2 ടൈംസ്. അപ്പോൾ പ്ലസ് 2 root 3 into 2. ഓക്കെ, അല്ലെ 2 into 2 root 3 വാട്ട് എവർ ഇറ്റ് ഈസ്. പ്ലസ് 2 root 2 എത്ര ടൈംസ് ഉണ്ട്? 2 ടൈംസ്. 2 root 2 2 ടൈംസ്. ഇപ്പോൾ എന്താണ് 2 into 2 4 പ്ലസ് 2 root 3 into 2. ഇപ്പോൾ 2 into 2 4 root 3 വരും. പ്ലസ് 2 into 2 4 root 2 വരും. അപ്പോൾ ഇതിൽ നമുക്ക് 4 കോമൺ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ അകത്ത് എന്തൊക്കെ വരും? 1 പ്ലസ് റൂട്ട് 3 പ്ലസ് റൂട്ട് 2 എന്ന് പറഞ്ഞാൽ നമുക്ക് അകത്ത് ബാക്കി വരും. കാരണം ഇത് എല്ലാത്തിലും 4 ഇല്ലേ പൊതുവായിട്ട്, 4നെ പുറത്തെടുത്താൽ നമുക്ക് അകത്ത് ഇങ്ങനെ വരും. ബാക്കി എന്ത് ചെയ്യാം? 4 into 1 പ്ലസ് റൂട്ട് 3യുടെ വാല്യൂ 1.732 പ്ലസ് റൂട്ട് 2ന്റെ വാല്യൂ 1.414. ഓക്കെ, അപ്പോൾ ഇതിന്റെ വാല്യൂ എന്ത് ചെയ്യുക? കണ്ടുപിടിക്കുക. ഇതിന്റെ വാല്യൂ കണ്ടുപിടിക്കുമ്പോൾ നിങ്ങൾക്ക് ഇതെല്ലാം കൂടി കൂട്ടുക. ഓക്കെ, ഇതെല്ലാം കൂടി നിങ്ങൾ കൂട്ടണം. ഇതെല്ലാം കൂടി കൂട്ടുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും? 4 into ഇതിന്റെ വാല്യൂ 1 പ്ലസ് 1 3 പ്ലസ് 7.732 പ്ലസ് 0.414 എന്ന് പറയുന്നത് നമുക്ക് 1 പ്ലസ് 1.146 കിട്ടും. ഓക്കെ, 1.146. സോ 3 പ്ലസ് 1.146 അതായത് 4 into 4.146 എന്ന് കിട്ടും. സോ ഇതിന്റെ ആൻസർ കണ്ടുപിടിക്കുക. സോ ഇതിന്റെ ആൻസർ, പെരിമീറ്ററിന്റെ ആൻസർ ഞാൻ അടുത്ത ഇതിൽ എഴുതുവാണ്. പെരിമീറ്റർ ഈക്വൽ ടു, നിങ്ങളത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പെരിമീറ്റർ 16.584 സെന്റിമീറ്റർ എന്ന് കിട്ടും കേട്ടോ. പെരിമീറ്റർ 16.584 സെന്റിമീറ്റർ. നമുക്ക് ഏരിയ ആണ് വേണ്ടത്. ഈ ട്രപ്പീസിയത്തിന്റെ ഏരിയ നമുക്കറിയാം എന്താണ്? ഈ പാരലൽ സൈഡ്സിന്റെ സമ്മിന്റെ ഹാഫിന് എന്ത് ചെയ്യുക? ഹൈറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ. ഹൈറ്റ് 2 സെന്റിമീറ്റർ ആണ് അല്ലേ? ഹൈറ്റ് 2 സെന്റിമീറ്റർ ആണ്. പാരലൽ സൈഡ്സിന്റെ 8ാം ക്ലാസ്സിൽ പഠിച്ചതാണ്. എന്താണ് ഈ പാരലൽ സൈഡ്സിന്റെ സമാന്തര വശങ്ങളുടെ തുകയുടെ പകുതിയെ ഉയരം കൊണ്ട് ഗുണിച്ചാൽ എന്ത് കിട്ടും? ഈ ഇതിന്റെ പരപ്പളവ് കിട്ടും അല്ലേ? അപ്പൊ സമാന്തര വശങ്ങളുടെ നീളം എന്താണ്? 2 പ്ലസ് 2 4 പ്ലസ് 2 root 3 അല്ലേ? ഒരു വശം എന്താണ്? 4 പ്ലസ് 2 root 3 ആണ്. നമുക്ക് എങ്ങനെ എടുക്കാം? ഹാഫ് ഇൻറ്റു സമാന്തര വശങ്ങളുടെ തുകയുടെ പകുതി. സമാന്തര വശങ്ങളുടെ തുകയുടെ പകുതി. അപ്പോൾ ഒരു സമാന്തര വശം എന്താണ്? 2 പ്ലസ് 2 4 പ്ലസ് 2 root 3 ആണ്. അപ്പോൾ 4 പ്ലസ് 2 root 3 ഒരു വശം കിട്ടും. പ്ലസ് രണ്ടാമത്തെ സമാന്തര വശത്തിന്റെ നീളം എന്താണ്? 2 root 3 ആണ്. ഇതാണ് അടുത്ത സമാന്തര വശം 2 root 3. അപ്പോൾ പ്ലസ് 2 root 3. അപ്പോൾ സമാന്തര വശങ്ങളുടെ തുകയായി, സമാന്തര വശങ്ങളുടെ തുക അതിന്റെ പകുതി. അതിനെന്ത് ചെയ്യണം? ഉയരം കൊണ്ട് ഹരിക്കണം, അല്ല ഗുണിക്കണം. സോറി, ഉയരം എന്താണ്? 2 സെന്റിമീറ്റർ. ഹൈറ്റ് 2 സെന്റിമീറ്റർ ആണ്. 2. ഇതെന്ത് വരും? നമുക്കറിയാം ഈ 2 into നമുക്ക് ക്യാൻസൽ ചെയ്യാം. സോ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ട്. ആ രണ്ട് ഈക്വൽ ആണ്. 2/2 = 1 അല്ലേ? 2 കൊണ്ട് 2 കൊണ്ട് ഹരിച്ചിട്ടുണ്ട്, 2 കൊണ്ട് ഗുണിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിനെ ക്യാൻസൽ ചെയ്യാൻ പോകും. അപ്പോൾ നമുക്ക് ബാക്കി ഇവിടെ എന്ത് കിട്ടും? അകത്ത് എന്ത് വരിക? 4 പ്ലസ് 2 root 3 പ്ലസ് 2 root 3. 2 root 3 എത്ര ടൈംസ് ഉണ്ട്? 2 പ്രാവശ്യം. അപ്പോൾ എന്ത് പറയാം? നമുക്ക് ഇതിനെ ആഡ് ചെയ്യാം. 2 root 3 പ്ലസ് 2 root 3 എന്ന് പറയുന്നത് 4 root 3 ആയിട്ട് മാറും. അപ്പോൾ ഇതിനെ നമുക്ക് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 4 കോമൺ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ 1 പ്ലസ് root 3 എന്ന് നമുക്ക് അകത്ത് കിട്ടും കേട്ടോ. 1 പ്ലസ് root 3. അപ്പോൾ ഇതിനെ എങ്ങനെ എടുക്കാം? 4 into 1 പ്ലസ് root 3യുടെ വാല്യൂ എന്ത് കൊടുക്കാം? 1.732 കൊടുക്കാം. സോ 4 into 2.732. നമ്മൾ എനിക്ക് തോന്നുന്നത് തൊട്ട് മുമ്പത്തെ കണക്കിലും ഇതേ മൾട്ടിപ്ലിക്കേഷൻ വന്നായിരുന്നു. അവിടെ നമുക്ക് കിട്ടിയ ആൻസർ 10.928 ആണ് അല്ലേ? 4 into 2.732 എന്താണ്? 10.928 സെന്റിമീറ്റർ സ്ക്വയർ. പെരിമീറ്റർ സെന്റിമീറ്ററിലാണ്, ഏരിയ ആകുമ്പോൾ സെന്റിമീറ്റർ സ്ക്വയർ ആവും. ആ ഒരു കാര്യം ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഓർക്കേണ്ട കാര്യം ഇത് മാത്രമേ ഉള്ളൂ. ട്രപ്പീസിയത്തിന്റെ ഏരിയ എന്ന് പറയുന്നത് എന്താണ്? ഈ പാരൽ സൈഡ് എ ബി എന്ന് പറയുന്ന പാരൽ സൈഡിന്റെ A+B into H ആണ് കേട്ടോ. ഹാഫ് ഇൻറ്റു A+B into H. പാരൽ സൈഡ്സിന്റെ സമ്മിന്റെ പകുതിയെ ഹൈറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ആണ്. ഈ ഒരു ഫോർമുലയാണ് നിങ്ങൾക്ക് ഇവിടെ ഒന്ന് ഓർത്തെടുക്കേണ്ട സാധനം. ബാക്കി എല്ലാം നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. ഇത് നിങ്ങൾക്ക് അറിയാം, നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ 2 ക്വസ്റ്റ്യൻസ് കൊണ്ട് നമ്മളിത് നിർത്തുവാണ്. ഓക്കെ, ഈ വീഡിയോ നമ്മൾ 2 ക്വസ്റ്റ്യൻസ് കൊണ്ട് സ്റ്റോപ്പ് ചെയ്യുവാണ്. നമുക്ക് അടുത്ത വീഡിയോയിൽ ബാക്കി ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.